ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആശ്ന ഷാജി. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് IB സെക്യൂരിറ്റി അസിസ്റ്റന്റിന്റെ ടയർ 2 എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തത് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ്. IBSAക്ക് വേണ്ടിയിട്ട് ഇന്റർവ്യൂസ് ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഓറിയന്റേഷൻ സെഷൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ ഇന്റർവ്യൂ ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് ആയിട്ടുള്ള ഫാക്ട്സും അതുപോലെ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ്, ഇന്റർവ്യൂ ടോപ്പിക്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ്. അതുപോലെ 3 മോക്ക് ഇന്റർവ്യൂ ഉണ്ടാവും. എക്സാം അടുക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ഇൻഡിവിജ്വലി 3 മോക്ക് ഇന്റർവ്യൂസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻസും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, ബോഡി ലാംഗ്വേജ്, സൈക്കോളജി, പേഴ്സണാലിറ്റി തുടങ്ങിയ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാത്തിൻ്റെയും ക്ലാസ്സസ് നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ IB മോക്ക് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുക. നിങ്ങൾ വാട്സാപ്പ് ഇട്ടെന്ന് ചിലർക്ക് നമുക്ക് ഒരുപാട് മെസ്സേജ് വരുന്നതുകൊണ്ട് അത് മിസ്സായപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം കോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ടയർ 2 കഴിഞ്ഞ് അടുത്തത് നെക്സ്റ്റ് ടയർ 3ലേക്ക് പോകുമ്പം ഇന്റർവ്യൂവിൻ്റെ നമുക്ക് ഡോക്യുമെന്റ്സ് അതുപോലെ അവിടെ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ മെയിനായിട്ടും നമ്മൾ ഒരു IB ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് ആവശ്യം ഉണ്ടാകും. അപ്പം എന്തൊക്കെയാണ് ആ ഡോക്യുമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടത് ആധാർ കാർഡാണ്. അതുപോലെ തന്നെ നമുക്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് ഇഷ്യൂഡ് ID ക്യാരീഡ് ഡ്യൂറിങ് ടയർ 1 ആൻഡ് ടയർ 2 മസ്റ്റ് ഓൾസോ ബി ക്യാരിഡ് ഫോർ ടയർ 3. നിങ്ങളപ്പോൾ ടയർ 1 ടയർ 2 ക്യാരി ചെയ്താൽ നിങ്ങളുടെ ആധാർ ആയിരിക്കാം അല്ലെങ്കിൽ ID കാർഡ് ആയിരിക്കാം, എന്തും ആവട്ടെ. സോ ദാറ്റ് ഷുഡ് ബി വിത്ത് യു. അത് നിങ്ങളുടെ കയ്യിൽ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അക്കാഡമിക് സർട്ടിഫിക്കറ്റ്സ്, നിങ്ങൾ 10th പാസ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും മാർക്ക് ഷീറ്റും, അതുപോലെ +2ൻ്റെയും അതുപോലെ തന്നെ ഗ്രാജുവേഷൻ ഡിഗ്രിയും അതുപോലെ തന്നെ മാർക്ക് ഷീറ്റും, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തന്നെ ഒറിജിനൽ നിങ്ങളുടെ കയ്യിൽ അന്ന് ക്യാരി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുവാണെങ്കിൽ സെക്കൻഡ് നമുക്ക് റിക്വയർമെന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാസ്റ്റും അതുപോലെ തന്നെ ഏതെങ്കിലും റിലാക്സേഷൻ സർട്ടിഫിക്കറ്റ്സ് ലൈക്ക് നമ്മുടെ OBCയോ നിങ്ങൾ SC STയോ EWSO അതുപോലെ തന്നെ ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പം ഇപ്പൊ ചിലർക്കൊക്കെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഇനി അപ്ലൈ ചെയ്യണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നിങ്ങളത് ലാസ്റ്റ് മൊമെന്റിലേക്ക് വെയിറ്റ് ചെയ്യിപ്പിക്കാതെ തന്നെ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ അത് അപ്ലൈ ചെയ്ത് അതിന്റെ പ്രൂഫ് അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ മസ്റ്റായിട്ടും വെച്ചിരിക്കുക. പിന്നീട് എക്സ് സർവീസ് മെൻസും സ്പോർട്സ് പേഴ്സൺസും വിഡോസും എല്ലാവർക്കും ഷുഡ് ഓൾസോ ദ സർട്ടിഫിക്കറ്റ്സ് മസ്റ്റ് ഓൾസോ ബി അറേഞ്ച് പ്രോംപ്റ്റ്ലി. അതായത് നിങ്ങൾക്ക് ഇത് തെളിയിക്കുന്ന പ്രോപ്പർ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ വേണം. ആസ് യു നോ, IB പോലൊരു എക്സാമിന് നമ്മൾ എന്തെങ്കിലും ചെറുതായിട്ടുള്ള ഒരു ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്സാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ചാൻസ് അത് മസ്റ്റ് ആവാണ്. അപ്പൊ ഈ ഒരു വീഡിയോ മുന്നേ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി എന്തായാലും ഇന്റർവ്യൂവിന് ഡേറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനു മുൻപ് തന്നെ നിങ്ങൾ ബോധേഡ് ആവണം. അതുപോലെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാണെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ മോൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേരത്തെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആൻഡ് ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും എറേഴ്സോ മാർക്ക് ഷീറ്റിലോ സർട്ടിഫിക്കറ്റിലോ കുറച്ച് പേരുടെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളെ പേര് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദേ ഷുഡ് അറേഞ്ച് അഫിഡാവിറ്റ്സ് ടു കറക്റ്റ് ദം ആൻഡ് ഓൺ ദ ടൈം റിക്കോർഡ് ടു പ്രിപ്പയർ ദീസ് അഫിഡാവിറ്റ്സ്. അപ്പം നിങ്ങളുടെ കയ്യിൽ അത് സംബന്ധമായിട്ടുള്ള അഫിഡാവിറ്റ്സ് എന്ത് ചെയ്തിരിക്കണം, നിങ്ങളുടെ കയ്യിൽ വെച്ചിരിക്കണം. ഇനി നെക്സ്റ്റ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു NOC അതുപോലെ തന്നെ എന്തെങ്കിലും സംബന്ധമായിട്ടുള്ള ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അഡീഷണൽ സർട്ടിഫിക്കറ്റ്സോ ഒക്കെ വേണമെങ്കിൽ വേണം. അതുപോലെ തന്നെ അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഓർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് മെൻഷൻ ഇൻ ദ ആപ്ലിക്കേഷൻ ഫോം ഷുഡ് ഓൾസോ ബി പ്രിപ്പയർഡ് ആൻഡ് റെഡി. അതേപോലെ തന്നെ എല്ലാ ഡോക്യുമെന്റ്സിൻ്റെയും സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഫോട്ടോ കോപ്പീസും നിങ്ങളുടെ കയ്യിൽ വേണം. അതേപോലെ തന്നെ കാൻഡിഡേറ്റ്സ് മസ്റ്റ് സൈൻ ദീസ് കോപ്പീസ് ദംസെൽഫ് ടു വാലിഡേറ്റ് ദം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇനി എന്തെങ്കിലും ഫോട്ടോസ്റ്റാറ്റുകളൊക്കെ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്ത് ചെയ്തിരിക്കണം, നമ്മൾ തന്നെ സെൽഫ് അറ്റസ്റ്റ്, നമ്മൾ തന്നെ എന്ത് ചെയ്തിരിക്കണം, സൈൻ ചെയ്തിട്ടുള്ള സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള കോപ്പീസും നിങ്ങളുടെ കയ്യിൽ വെച്ചിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി അതിനുശേഷം നമുക്ക് ഫോട്ടോഗ്രാഫ്സ് ആൻഡ് കോൾ ലെറ്റേഴ്സ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ആഫ്റ്റർ ടയർ 2 എക്സാം കഴിഞ്ഞ് നമ്മുടെ ഹാൾ ടിക്കറ്റ് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊരു SQC ഫോം കൂടി വരുന്നുണ്ട്. ഓക്കെ, SSQ ഫോം കൂടി വരുന്നുണ്ട്. SSQ ഫോം എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ബയോഡേറ്റും അതുപോലെ തന്നെ ഒരു ക്വസ്റ്റനെയർ ആണ്. നമുക്ക് അതിനെക്കുറിച്ച് ഞാൻ വരാം.
അപ്പോൾ അതിന് മുൻപ് ഈ ടയർ 2 ഹാൾ ടിക്കറ്റ് വരുന്ന സമയത്ത് തന്നെ SSQ ഫോം നിങ്ങളുടെ കയ്യിലുണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്തിട്ട് വേണം എക്സാം IB ഇന്റർവ്യൂവിന് ചെല്ലാനായിട്ട്. അപ്പം ഈ പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു 5 ഐഡന്റിറ്റികൾ, ഒരു 10 നിങ്ങൾ കയ്യിൽ ഞാൻ എക്സ്ട്രാ പറയുന്നതാണ് വെക്കാനായിട്ട്. അപ്പം ഞങ്ങൾ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തില്ലേ, അപ്പോൾ അതുമായിട്ട് സാമ്യമുള്ള അല്ലെങ്കിൽ ആ സിമിലർ ആയിട്ടുള്ള പിക്ചേഴ്സ് തന്നെ വേണം ഒരു 4 to 5 നമ്മളുടെ കയ്യിൽ വെക്കുക. ഒരു അഡീഷണൽ 10 എടുത്ത് വെക്കുക. ഇനി ആഫ്റ്റർ ടയർ 2 കാൻഡിഡേറ്റ്സ് നമുക്കൊരു കോൾ ലെറ്റർ സ്കിൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ളത് കിട്ടും. അതിൻ്റെ കൂടെ തന്നെയാണ് നിങ്ങൾക്ക് ഈ പറയുന്ന SSQ ഫോമും കൂടെ ഉണ്ടാകും. അപ്പോൾ അത് രണ്ടും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ എക്സാമിന് പോകാനായിട്ട്. ഇനി നമുക്ക് ഈ പറയുന്ന SSQ ഫോം മസ്റ്റായിട്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി വെരിഫിക്കേഷന് വേണ്ടിയിട്ടും നിങ്ങൾ ഗൾഫിൽ എന്തായിട്ടുണ്ടോ, എബ്രോഡ് നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, ആരെങ്കിലും എബ്രോഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും, അതുപോലെ കറക്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് SSQ ഫോം തരുന്നത്. അപ്പോൾ അത് ഫില്ല് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പോകേണ്ടത്. അപ്പോൾ SSQ ഫോം ഫില്ല് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം അതറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഡെഫിനറ്റ്ലി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ അപ്കമിങ് നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ക്രിട്ടിക്കൽ ഡോക്യുമെന്റ് ഐഡന്റിറ്റി സർട്ടിഫിക്കറ്റ് ബൈ കോമ്പീറ്റന്റ് അതോറിറ്റി, ദിസ് വിൽ ബി എക്സ്പ്ലെയിൻ ഫർദർ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ SSQ ഫോം ഷെയർ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കാര്യം അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ എല്ലാ ഡോക്യുമെന്റ്സും നേരത്തെ തന്നെ നിങ്ങൾ ഓർഗനൈസ് ചെയ്ത് അഡ്വാൻസ് എന്ത് ചെയ്യുക, അത് കറക്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ വെക്കുക. ഇനി അതുപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നിങ്ങളുടെ കയ്യിൽ പറയുന്നത് ഒരു ഓപ്ഷനാണ്, പക്ഷേ ഇറ്റ് ബെറ്റർ ടു കീപ്പ് എ ബയോഡേറ്റ. ഓക്കെ, നമ്മളൊരു ബയോഡേറ്റ ഫോമാറ്റ് നമ്മളുടെ IB ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വെക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്. ആ IB നമ്മുടെ ബയോഡേറ്റ ഫോമിൽ പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേര്, അച്ഛൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, കാറ്റഗറി, അതുപോലെ മാരിറ്റൽ സ്റ്റേറ്റസ്, പിന്നെ നാഷണാലിറ്റി, അഡ്രസ്സ്, പിന്നെ ഇൻക്ലൂഡ് ബയോഡേറ്റയിൽ പാരൻസിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, ജെൻഡർ, കാറ്റഗറി, നാഷണാലിറ്റി, കോൺടാക്ട് നമ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, മസ്റ്റായിട്ടും നിങ്ങൾ എന്ത് ചെയ്തിരിക്കും, അതിനകത്ത് ആഡ് ചെയ്തിരിക്കണം. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, എന്തെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ സ്ട്രെങ്ത്, ഹോബീസ്, ഇത്രയും കാര്യങ്ങൾ എന്തിരിക്കണം, ബയോഡേറ്റ ഫോം നിങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് CV കൊണ്ടുപോകുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് എന്ത് ചെയ്തിരിക്കണം, മസ്റ്റായിട്ടും ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഇത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ, ഇതിപ്പം ജസ്റ്റ് ഒരു മുൻപേ തന്നെ ഞാൻ ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റോ എന്തെങ്കിലും നിങ്ങളുടെ മാർക്ക് ഷീറ്റോ കാര്യങ്ങൾ കിട്ടിയിട്ടില്ല എങ്കിൽ അത് അപ്ലൈ ചെയ്ത് ഇത്രയും പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തുടർന്നും അങ്ങോട്ടേക്ക് നമ്മുടെ ചാനൽ വഴി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. മാത്രമല്ല ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർ സെഷൻസ് ആയിരിക്കും, ഒരു ഓറിയന്റേഷൻ സെഷൻസ്, ലൈവ് ക്ലാസ്സസ്, മോക്ക് ഇന്റർവ്യൂസ്, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ഇന്റേണൽ സെക്യൂരിറ്റീസ്, നാഷണൽ സെക്യൂരിറ്റീസ് ഒക്കെ തുടങ്ങിയ കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സസ് പോകുന്നത്. മാത്രമല്ല നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള വായന നല്ലതാണ്. പത്രം മസ്റ്റായിട്ടും വായിക്കുക. പത്രവായന നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റർവ്യൂവിന് കയറുന്ന സമയത്ത് നമുക്ക് കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് നോളജ് ഇല്ല എന്ന് പറയുന്നത് ഒരു IB പോലുള്ളൊരു എക്സാമിന് എന്താണ്, നിങ്ങൾ ക്വാളിഫൈ ആവാൻ ചാൻസ് ഇല്ല എന്ന് തെളിയിക്കുന്നത് തന്നെയാണ്. സോ മസ്റ്റായിട്ടും പത്രവായന ഉണ്ടാവണം. അതുപോലെ തന്നെ IB എക്സാം ആണ്, അതിന് അതിൻ്റെതായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഉണ്ടാകും. അതുപോലെ തന്നെ കിട്ടിയ നല്ലൊരു ജോലിയാണ്, നാഷണൽ സെക്യൂരിറ്റി മിഷന്റെ ഭാഗമാകാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഒപ്പം നമ്മളുടെ ഇന്റർവ്യൂ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതിയാകും. അപ്പോൾ നമ്മൾ ടയർ 1 തൊട്ട് നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ ടയർ 1 തൊട്ടേ നമ്മൾ ഉണ്ടായിരുന്നു. ടയർ 1 കംപ്ലീറ്റ് ആക്കി, ടയർ 2 കംപ്ലീറ്റ് ആക്കി. ഇപ്പോൾ അതിൻ്റെ 3rd സ്റ്റേജ് നമ്മൾ കൊടുക്കുകയാണ്. അത്യാവശ്യം നമ്മൾ നല്ല സ്റ്റുഡൻസിന് എല്ലാവരും തന്നെ നമ്മുടെ കോഴ്സുകളെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം മാത്രമല്ല ടയർ 2 എല്ലാവർക്കും തന്നെ 2 പാരഗ്രാഫും അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ നമ്മൾ ടയർ 3 നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. കൂടുതൽ അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ ആൻഡ് താങ്ക് യു.